സങ്കീർത്തനങ്ങൾ 142:2. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു, എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു. സങ്കീർത്തകൻ്റെ കോൺഫിഡൻസാണ്. എവിടെയാണ് അവൻ്റെ നൊമ്പരങ്ങൾ ഇറക്കി വെക്കേണ്ടത് എന്ന് അവന് നല്ല ഉറപ്പുണ്ട്. പ്രിയ ദൈവവേദലേ, ഈ സങ്കീർത്തകൻ്റെ ആ ഒരു ധൈര്യവശം ഒന്ന് ഒപ്പിയെടുത്താലോ. ഈ പ്രഭാതത്തിൽ ഒരുപാട് നൊമ്പരനുഭവങ്ങളിലാണോ നീ നിൽക്കുന്നത്? നിൻ്റെ നൊമ്പരനുഭവങ്ങൾ ഇറക്കി വെക്കേണ്ട ഇടം അത് മനുഷ്യ ഹൃദയങ്ങളെ, മനുഷ്യ ഇടമല്ല, സുഹൃത്തുക്കളല്ല, മറിച്ച് അത് സ്വർഗത്തിലെ നല്ലപ്പൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കണമെന്ന് ഒരു ഉറപ്പ്. അവൻ പറയുകയാണ്, അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു. മറ്റൊരിടത്തുമല്ല, അവിടുത്തെ സന്നിധിയിൽ മാത്രം ഇറക്കി വെക്കേണ്ടവൻ്റെ അടുത്ത് നിൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെച്ചാൽ പരിഹാരമുണ്ട് എന്ന് വചനത്തിനു ധൈര്യം, ബലം പകരാനുണ്ട്. തീർന്നില്ല. എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ ദുരിതാനുഭവങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ സ്നേഹം ദൈവത്തിരുമുമ്പിൽ ഇറക്കി വെക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ ദുരിതാനുഭവങ്ങൾക്കും, വിഷയങ്ങൾക്കൊരു തീർപ്പുണ്ട്. ആ തീർപ്പ് സ്വർഗത്തിന് മുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കണം. സ്നേഹമുള്ളവരെ, നിൻ്റെ അതേ സമാനമായ സങ്കടാനുഭവങ്ങൾ കടന്നു പോകുന്നവൻ്റെ കൂട്ടിലേക്ക് ഈ സങ്കടങ്ങളെ ഇറക്കി വെച്ചാൽ ഒരുപാട് സങ്കടങ്ങളുമായി നിങ്ങൾ ഇരുവരും നിരാശയിലേക്ക് മാത്രം നീങ്ങും. എന്നാൽ പ്രത്യാശ തരാൻ, പരിഹാരം തരാൻ കഴിവുള്ളവനിലേക്ക് നിൻ്റെ സങ്കടങ്ങളെ പ്രഭാതത്തിൽ ഇറക്കി വയ്ക്കാമോ? ഏതനുഭവത്തിലാണ് ഈ വചനം കേൾക്കുന്നതെന്ന് അറിയില്ല. പ്രിയ ദൈവവേദലേ, സങ്കീർത്തനം 142:2. ഇതേ വചനം നിന്നിൽ മാംസം ധരിക്കട്ടെ. ഈ വചനം ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ആ വചനത്തിനൊത്ത പോലെ നീങ്ങാനും തമ്പുരാൻ്റെ മക്കളിലേക്ക് ജീവിതങ്ങളെ ഇറക്കി വയ്ക്കാനും കൃപ ലഭിക്കട്ടെ. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.